മതി മോളെ, വന്നെന്തെങ്കിലും കഴിച്ചിട്ട് പഠിക്ക്. അമ്മച്ചി പിന്നൊന്നും പറഞ്ഞില്ലല്ലോ. എന്ത്? ഞാൻ എൻട്രൻസ് എഴുതുന്ന കാര്യം ഇപ്പോഴും അമ്മച്ചിക്ക് ഇഷ്ടമല്ലാത്ത പോലെ. എന്താ മോളെ നീ പറയുന്നത്? നീ പഠിക്കുന്നതിൽ അമ്മച്ചിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പരീക്ഷ പാസ്സായാൽ പിന്നെ മേൽപോട്ട് പഠിക്കേണ്ടി വരും. അതിനൊക്കെ കാശ് എത്രയെന്ന് വെച്ചാ? എൻ്റെ മോളെ ഒരുപാട് പഠിപ്പിക്കണമെന്നും നല്ല നിലയിൽ എത്തിക്കണമെന്നുമൊക്കെ അമ്മച്ചിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ? കടം മേടിച്ചതിൻ്റെയൊക്കെ കണക്കോർക്കുമ്പോൾ നെഞ്ചിലാദിയാ. ചൊവ്വുള്ളൊരപ്പനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും കിടന്ന് വിഷമിക്കില്ലായിരുന്നു. നമ്മുടെ അപ്പനേക്കാൾ എത്രയോ ഭേദമാ വേലായുധനാശാൻ. കുടിക്കുമെങ്കിലും ഉള്ളിലൊരു നന്മയുണ്ട്. അതുപോലും നമ്മുടെ അപ്പനില്ലല്ലോ മോളെ. സാരമില്ലെന്നേ, ഞാൻ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞല്ലേ. ബാ നമുക്ക് ഊണ് കഴിക്കാം. അമ്മച്ചി, ആശാന്റെ കുറ്റം മിട്ടുവിനോട് പറയണ്ടായിരുന്നു. ഞാനെന്ത് കുറ്റം പറഞ്ഞു? ഓ, അപ്പനെ വർക്ക്ഷോപ്പിൽ കയറ്റുന്ന കാര്യമേ അത് വേണ്ടായിരുന്നു. അപ്പൻ ചീത്ത വിളിക്കുമ്പോഴൊക്കെ ഞാൻ ആശാന്റെ വർക്ക്ഷോപ്പിലിരുന്നല്ലേ പഠിക്കാറുള്ളത്. അതല്ലേ അമ്മച്ചി പറഞ്ഞത്, ആശാന്റെ ഉള്ളിൽ നന്മയുണ്ടെന്ന്. നമ്മുടെ അപ്പം വരുത്തി കൂട്ടുന്നതിനൊക്കെ ആ പാവം കൂടി തൂങ്ങണം. അതുകൊണ്ടല്ലേ അങ്ങനെ പറയേണ്ടി വന്നത്. എന്നാലും മിട്ടുവിനോട് അങ്ങനെ പറയണ്ടായിരുന്നു. ആശാ വരുമ്പോ ഇച്ചിരി എരിവ് കൂട്ടി പറഞ്ഞാലോ? ഹേയ്, ആ പയ്യൻ അത്രക്കാരനൊന്നും അല്ല. അത് അമ്മച്ചിക്ക് എങ്ങനെ അറിയാം? ഒരാളെ കണ്ടാൽ അറിയാടി. എനിക്കങ്ങനെ തോന്നുന്നില്ല. ആ, എന്തേലും ആവട്ടെ, നീ വാ, ഊണ് കഴിക്കാം.